ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഹൊറർ മൂവീസിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഹൊറർ മൂവീസിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു ഹൊറർ മൂവിയാണ് ഒബ്സഷൻ. ഇപ്പോൾ ഇതിൻ്റെ തിയേറ്റർ റിലീസ് 2 ദിവസം മുന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എനിവേസ് ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് ഗോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ, ലെസസ് റിവ്യൂ, ഒബ്സഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ ഫിലിംസ് ആണ് ഒബ്സഷൻ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയതെന്ന് മാത്രമല്ല, ഇതുവരെ ഇറങ്ങിയ ഒരു മൂവീസ് എടുത്താൽ പോലും അത്യാവശ്യം നല്ല സ്കെയറി മൊമെൻറ്റ്സ് വരുന്ന ഒരു മൂവി തന്നെയാണ് ഒബ്സഷൻ. ഇപ്പോൾ ഒരു 1 hour 50 minutes ആണ് ഇതിൻ്റെ റൺ ടൈം. അപ്പോൾ അതിൽ ഒരുപാട് സ്കെയറി മൊമെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ജംപ് സ്കെയർസ് ആണെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഹൊറർ ആണെങ്കിലും അത്യാവശ്യം നല്ല പോലെ തന്നെ വരുന്നുണ്ട്. ഈ പടത്തിൻ്റെ ഒരു മെയിൻ USP അല്ലെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം ആക്ടിങ് തന്നെയാണ്. ഇപ്പോൾ ഇതിലെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ച ഇപ്പോൾ ആക്ട്രസ് ഒരു അസാധ്യ പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയല്ലേ. ലൈക്ക് ആ ഒരു പെർഫോമൻസ് തന്നെ ഒരു ടെറർ ഫീൽ കാണുന്നവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിന് മെയിൻ ലീഡാണെങ്കിലും ഇപ്പോൾ നായകനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറി ലൈൻ അത്ര ഭീകരമായ പുതുമയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു ടെറർ ഫീൽ തരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിംഗ് വഴിയാണെങ്കിലും സൗണ്ട് വഴിയാണെങ്കിലും ഒരു ടെറർ ഫീൽ കാണുന്നവർക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഫിയർ, അത് കിട്ടുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ പടം കഴിഞ്ഞാൽ പോലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു പടമായി മാറുന്നുണ്ട് ഒബ്സഷൻ. അതുകൊണ്ട് തന്നെ ഇത് എ റേറ്റഡ് പടമാണ്, കുട്ടികൾക്ക് പറ്റിയ പടമേ അല്ല. കാരണം അത്യാവശ്യം ഗോറി സീൻസും എല്ലാം വരുന്നുണ്ട് പടത്തിൽ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് റീസെൻ്റ്ലി. ഇപ്പോൾ ഈ ഇയർ റിലീസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ ഫിലിംസ് എവർ റിലീസ് എന്നൊക്കെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിം തന്നെയാണ് ഒബ്സഷൻ. തിയേറ്റർ വാച്ച് ആണ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ് ടു ബി എ തിയേറ്റർ വാച്ച്. കാരണം സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിൽ അത് കാണുമ്പോഴുള്ള ഒരു എഫക്റ്റ് ഒരിക്കലും ലാപ്ടോപ്പിലോ ഫോണിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്ന് തന്നെ ഞാൻ പറയും. ഫോർ മീ ഇറ്റ്സ് എ 5 star ഫിലിം, ബ്രില്യൻ ഫിലിം, ഫാന്റാസ്റ്റിക് ഫിലിം. എല്ലാവരും കാണാൻ പറ്റുന്നവർ കാണുക. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം.